വയലിൽ നിന്ന് കടന്നു വരുന്ന ഈ ശീമോനെ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിച്ചു. കൂടെ ആരും ഇല്ലായിരുന്നോ? യഹൂദന്മാർ നിലവിളിച്ചുകൊണ്ട് യേശുവിന്റെ പിന്നാലെ ആരവത്തോടുകൂടെ കടന്നു വരുമ്പോൾ അവിടെ ആരുമില്ലായിരുന്നോ? എങ്ങനെ ക്രൂശ് ചുമക്കും? നമുക്കറിയാം, ഒരു കുറ്റവാളിയെ പിടിച്ചു കെട്ടി കൈവിലങ്ങിട്ട് ബസ്സിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അല്പനേരം കൈവിലങ്ങ് നമ്മളോട് അണിയാൻ പറഞ്ഞാൽ അണിയോ? അണിയത്തില്ല. അത്രത്തോളം അപമാനം വേറെ ഇല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പം ആ സാഹചര്യത്തിൽ വയലിൽ നിന്ന് കടന്നു വന്ന ശീമോനോട് പറഞ്ഞു, നിർബന്ധിച്ചു ക്രൂശ് ചുമക്കണമെന്ന് പറഞ്ഞു. ക്രൂശ് ചുമക്കുവാൻ വേറെ വഴിയില്ല. ക്രൂശ് ചുമക്കുവാൻ ഇടയായിത്തീർന്നു. മക്കളെ കേൾക്കണോ? അല്പനേരം യേശുവിനെ ക്രൂശ് ചുമന്നുകൊണ്ട് സ്തോത്രം. ശീമോൻ മാത്രമല്ല, അവരുടെ കുടുംബത്തിൽ എത്ര പേരുണ്ടോ അത്ര പേരുടെയും പേര് പരിശുദ്ധാത്മാവ് മറന്നുപോകാതെ തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ആ അധികാരമുള്ള നാമത്തിൽ ക്രൂശിന്റെ ചുവട് അല്പനേരം ചുമന്നപ്പോൾ പരിശുദ്ധാത്മാവ് മറന്നുപോയില്ല കേട്ടോ. പരിശുദ്ധാത്മാവ് മറന്നുപോയില്ല. വയലിൽ നിന്ന് കയറി വരുന്ന ക്രൂശ് ചുമക്കാൻ നിർബന്ധിച്ച ശീമോന്റെ കുടുംബത്തിന് ഒരു പേരും പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടിയിടാൻ മറന്നുപോയില്ല. ക്രൂശിന്റെ മഹത്വമാണ്. മത്തായിയുടെ സുവിശേഷം 27:32, മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 21, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 1. പോരാ, പൗലോസും വിട്ടുകളയുമോ? റോമാലേഖനം 16-ാം അധ്യായം 13-ാം അധ്യായത്തിൽ പറയുക, രൂപോസിന്റെ അമ്മ എന്റെയും അമ്മയാ. അധികാരമുള്ള നാമത്തിൽ രൂപേസിന്റെ അമ്മയുണ്ടല്ലോ, ആ അമ്മ എന്റെയും അമ്മയാ. സ്തോത്രം. ക്രൂശിന് അത്ര മഹത്വമുണ്ട് പ്രിയ മക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ രാത്രികാലം എത്ര പേര് ക്രൂശ് ചുമക്കാൻ റെഡിയാണ്? യേശുവിന്റെ പിന്നാലെ എത്ര പേര് യാത്ര റെഡിയാണ്? എന്റെയും നിങ്ങളുടെയും പാപത്തിന് വേണ്ടി പങ്കപ്പാടുകൾ ഏറ്റുകൊണ്ട് ക്രൂശ് ചുമന്ന് സ്തോത്രം ഗോൽഗോഥയിൽ കടന്നിയെന്ന് ക്രൂശ്. ഞാൻ സമയത്തോടെ പെട്ടെന്ന് പോവാ. ക്രൂശിച്ചു. ഹല്ലേലൂയ. 2 കള്ളന്മാരുടെ നടുവിൽ അരിമത്യക്കാരനായിരിക്കുന്ന യോസേപ്പിന്റെ വെട്ടിയുണ്ടാക്കിയ കല്ലറയിൽ കൊണ്ടുപോയി അടക്കം ചെയ്തു.